സിനിമാ നടി പാർവതി തിരുവോത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നലെ വൈകുന്നേരം ഒട്ടുമിക്ക എല്ലാ സാറ്റലൈറ്റ് ചാനലിലും നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള പാർവതി തിരുവോത്തിന്റെ ലൈവ് ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മീഡിയ വണ്ണില് വന്ന ലൈവിന്റെ കുറച്ച് വിഷ്വൽസ് അതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞത് എടുത്തു വെച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. സോ അതിന്റെ ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമുക്കിനി അപ്പോൾ അങ്ങോട്ട് പാർവതി തിരുവോത്ത് ചേച്ചിയെ പറ്റി അങ്ങോട്ട് സംസാരിക്കാം വിത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡോട്ട്. കണ്ടു തുടങ്ങിക്കോ. പലരും ചോദിക്കുന്നതാണ്, ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണ് ഈ ജോലിയിൽ നിൽക്കുന്നത്, ഇത് വിട്ട് പോയിക്കൂടെ എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പിന്നെയും വീണ്ടും പറയുന്നത്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു ആണിനോ പെണ്ണിനോ ഏത് ജെൻഡറിലുള്ള ആളിനോ നിൽക്കാനുള്ള അവകാശമുണ്ട്. അത് എല്ലാവരുടെയും അവകാശമാണ്. അത് വേറൊരാൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, വേറൊരു സെക്ഷൻ, ഒരു കമ്മ്യൂണിറ്റി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെ നിന്ന് പോകൂ എന്നുള്ളതാവരുത്. അതെൻ്റെ ഒരു മാസീവ് റിക്വസ്റ്റ് ആണ് ടു എവറിബഡി ഹു ഇസ് വാച്ചിങ്, ഹു ഇസ് സജസ്റ്റിംഗ് ദിസ് ആസ് എ സൊല്യൂഷൻ. ബിക്കോസ് ഞാൻ എന്തുകൊണ്ട് മാറണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും തിരിച്ചു ചോദിക്കുന്നത്. ഒരു ടെക്നീഷ്യനായിട്ട് വരുമ്പോൾ, ഒരു സ്ത്രീ ഒരു ടെക്നീഷ്യനായിട്ട്, ഒരു ഡയറക്ടറായിട്ട്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ, ലൈറ്റ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യാൻ വരും, ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യും. അവർ കൊണ്ടുവരുന്നത് അവരുടെ ആർട്ടിസ്ട്രിയും അവരുടെ ഹാർഡ് വർക്കുമാണ്. അവർ ഒരുപാട് സ്കിൽസ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. പക്ഷേ ചില പേർക്ക് അവരുടെ പവർ യൂസ് ചെയ്യാം എന്ന് വളരെ ഫ്രീ ആയിട്ടും അവർക്ക് ഒരു കോൺസിക്വൻസും ഇല്ലാതെ അവർ ഇത്രയും കാലം ചെയ്തു വന്നതുകൊണ്ട് നമ്മൾ ചുരുങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ സമൂഹം എന്ന നിലയിൽ നമ്മൾ അതിനെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതേണ്ടതാണ്. ഒരിക്കലും വേറൊരാള് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് കരുതി ഒരു പുരുഷനോ ഒരു സ്ത്രീയോ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഓടിപ്പോകേണ്ട ഒരാവശ്യവുമില്ല. ഞാനും അതിനോട് യോജിക്കുന്നില്ല. എന്നാൽ ഒരു കൂട്ടം ഇപ്പൊ സ്ത്രീകൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ ഒരുപാട് പേരെ, ഞങ്ങൾ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ ഒരുപാട് പുരുഷന്മാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, പല രീതിയിൽ ഞങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു, ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കൂട്ടം സ്ത്രീകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾ, സിനിമയിലുള്ള എല്ലാ സ്ത്രീകളും ഒത്തുചേരുക, ഒത്തങ്ങോട്ട് ചേർന്നിട്ട് എല്ലാരും കൂടെ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങോട്ട് എടുക്കുക. എന്ത് പ്രൊട്ടസ്റ്റാ എടുക്കേണ്ടതെന്ന് അറിയാമോ? ഞങ്ങൾ നാളെ തൊട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്നില്ല, ഒരു സ്ത്രീ പോലും മലയാള സിനിമയിൽ ഇനി അഭിനയിക്കുന്നില്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും ഒരു സ്ത്രീ വരുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് നിങ്ങൾ എടുക്കണം. ഇവിടുത്തെ ഒരു നിയമത്തിന്റെയും കാല് പിടിക്കാനോ ഒന്നിനും പോകണ്ട. സ്ത്രീകൾ ഭയങ്കര ശക്തരാണെന്നല്ലേ പറയുന്നത്. WCC എന്നൊക്കെ പറഞ്ഞ് വിമൻസ് സിനിമ കളക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാരെയും ഒത്തുചേർക്ക് നിങ്ങൾ, എല്ലാ സ്ത്രീകളെയും, സിനിമയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഉൾപ്പെടെ, ഒരു കുഞ്ഞു വേഷം ചെയ്യുന്ന ആ ഒരു സ്ത്രീയെ ഉൾപ്പെടെ നിങ്ങൾ കൂടെ പിടിച്ചു നിർത്ത്. എന്നിട്ട് ഒരു 2-3 മാസം ഒരുപാട് ചേച്ചിമാരുണ്ടല്ലോ പാർവതി തിരുവത്തൂനെ പോലുള്ള ഒരുപാട് പേര്, നല്ല സാലറിയൊക്കെ, ലൈക്ക് നല്ല ഒരു റവന്യൂ ഒക്കെ സിനിമയിൽ നിന്ന് മേടിച്ച് കിട്ടി ഒന്ന് സെറ്റായിട്ട് നിൽക്കുന്നവര്, അങ്ങനെ ഒരുപാട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഇപ്പോൾ 1-2 മാസം സിനിമ ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു 2-3 മാസത്തേക്ക് എല്ലാ സ്ത്രീകളെയും ഒത്തുചേർത്ത് പിടിച്ച് ഒരു 2-3 മാസത്തേക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുക. ഒരു സിനിമയിലും അഭിനയിക്കത്തില്ല എന്ന് പറയുക. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക, നിങ്ങളുടെ പുറകെ വരും. നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങൾ കിടന്ന് തന്നാലേ നിങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഏതവനാണെങ്കിലും അവൻ നിങ്ങളുടെ പുറകെ വരും. എന്നിട്ട് പറയും, മോളെ വന്ന് അഭിനയിക്കുക, ഒന്നും വേണ്ട ഞങ്ങൾക്ക്, നീ അഭിനയിച്ച് കാശും മേടിച്ചു പൊക്കോ എന്ന് പറയും. അതിന് നിങ്ങൾ അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അതിന് പകരം ഇവിടെ ഹേമ കമ്മീഷനെ ഇറക്കുന്നു, അവര് മറ്റേ എഴുതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു, ആരുടെയും പേരും ഇല്ല. എന്നിട്ട് പിന്നെ വന്നിരുന്ന് കഥ, ഞങ്ങൾ ഓടിപ്പോണം. കുറെ പേര് ചോദിച്ചു, ഞാനും കണ്ടു, കുറെ പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഫീൽഡ് വിട്ടിട്ട് പോകൂടെ. ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളോട് ഫീൽഡ് വിട്ടിട്ട് പോകാൻ. എന്തിനു നിങ്ങൾ പോണം? നിങ്ങൾ വേണം ഈ ഫീൽഡിൽ, പക്ഷെ നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത് അത് കനത്ത പ്രൊട്ടസ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇതുപോലെ ചുമ്മാ കേസും കൊടുത്ത് ഇതിന്റെ പുറകെ കുറെ ദിവസം ഓടും, മാധ്യമങ്ങൾക്ക് കുറെ ദിവസം വാർത്തയാവും, അത് കഴിയുമ്പോൾ വീണ്ടും തടയുക, പഴയ പോലെ തന്നെ. ഇതല്ലേ വർഷങ്ങളായിട്ട് നടക്കുന്നത്. സോ അതിനെയൊക്കെ വിടുക. ജസ്റ്റ് പാർവതി ചേച്ചി ആണെങ്കിലും ശരി, WCCയിലെ അംഗങ്ങളാണെങ്കിലും ശരി, മലയാള സിനിമയിലുള്ള എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിൽക്കുക, ഒന്നിച്ച് ഫൈറ്റ് ചെയ്യ്, പ്രൊട്ടസ്റ്റ് ചെയ്യ്. വരില്ല സിനിമയിലേക്ക് ഇനിയും നിങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ എന്ന് പറയുക. ഒരാളും അഭിനയിക്കാൻ ചെല്ലാതിരിക്കുക.
എത്ര കാലം? ഒരു 2-3 സിനിമ ചിലപ്പോൾ സ്ത്രീകളില്ലാതെ ഇവിടെ ആരെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് എഴുതി ഇറക്കും. അത് കഴിയുമ്പോൾ സ്ത്രീകൾ വേണം, സ്ത്രീയും വേണം, പുരുഷനും വേണം ഒരു സിനിമയാവുമ്പോൾ. അപ്പൊ നിങ്ങളുടെ പുറകെ വരും. അങ്ങനെ കളിക്ക്, ഗെയിം അങ്ങനെയാ കളിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ ഇതിന്റെ പുറത്ത് വന്നിരുന്ന് കുറെ ലൈവും കൊടുത്ത് കുറെ കഥയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ഞാൻ ആരെയും ഇവിടെ മോശക്കാരായിട്ട് പറയാനോ ആരുടെയും ചിന്താഗതി തെറ്റാണെന്ന് പറയാനോ ഞാനില്ല. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതാണ് റൈറ്റ്, ഇങ്ങനെ ചെയ്യണം നിങ്ങൾ. ബാക്കി കുറച്ചും കൂടെയൊക്കെ നമുക്കൊന്ന് കേൾക്കാം ചേച്ചി പറയുന്നത്. ഈ ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ കുഞ്ഞു കുഞ്ഞു പെർസ്പെക്റ്റീവുകൾ ഇതുള്ളതും കൂടെ ഇതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കൊന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. അപ്പൊ കണ്ടോ ബാക്കി? അത് ഗോസിപ്പാണ്, അത് വെറുതെ പറയുന്നതാണ്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല തന്നെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാലാണ് എപ്പോഴും നടന്നിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാവരും ഇതിൽ ഡെപ്പോസിഷൻ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് അത് സത്യമാണെന്നും അതൊരു ഗവൺമെൻറ് റിപ്പോർട്ടിൽ ശരിവെച്ചും വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് വിശ്വസിക്കുന്നു. അത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതല്ലേ, അതായത് സർവൈവേഴ്സ് എന്ന നിലയിൽ ഏറ്റവും വലിയ ഒരു ഒബ്സ്റ്റക്കിൾ നമ്മൾ തരണം ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ബിലീവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ ബിലീവ്, സർവൈവേഴ്സ് നീഡ് ടു ബി ബിലീവ്ഡ് ഫോർ ദം ടു ഹീൽ, ഫോർ ദം ടു ഫൈൻഡ് ജസ്റ്റിസ്. അപ്പൊ ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഈ ഗോസിപ്പുകൾ കേൾക്കുമല്ലോ സിനിമ ഇൻഡസ്ട്രിയിൽ, അതൊക്കെ വെറും ഗോസിപ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് തള്ളിക്കളയരുത്. ചില ഗോസിപ്പുകൾ നമ്മൾ കേൾക്കുന്നതിനകത്തൊക്കെ ശരിയുണ്ട് എന്ന് ചേച്ചി തന്നെ ഇവിടെ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഇനി അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിലെ ഗോസിപ്പുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് വെറും ഗോസിപ്പാണ്, കളവാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ചേച്ചി തന്നെ ഇവിടെ പറഞ്ഞതാ. എന്തുകൊണ്ട് പേര് പറയുന്നില്ല? എന്തുകൊണ്ട് പെർപെട്രേറ്റേഴ്സിന്റെ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ സർവൈവേഴ്സിന്റെ പേര് പറയുന്നില്ല? ഒരുപക്ഷെ ജനത ചോദിക്കുന്ന ഈ ചോദ്യത്തിന് അവരുടെ ഉദ്ദേശം ഒരു പക്ഷേ അത് ന്യായത്തിലേക്ക് എത്തണം, അത് ഒരു ജസ്റ്റിസിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കാരണമായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ ആ ചോദ്യം ചോദിക്കുന്നത് മിസ്പ്ലേസ്ഡ് ആണെന്ന് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. കാര്യം ഫോക്കസ് അതിലേക്കല്ല ആദ്യം പോകേണ്ടത്. അത് നമ്മൾ ഇനിയും സംസാരിക്കേണ്ടത് ഗവൺമെന്റും പോലീസും എന്താണ് ആ സ്പേസിലേക്ക് അവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ താല്പര്യപ്പെടുന്നതെന്നും ഈ എവിഡൻസിന് അവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു ജനത എന്ന നിലയിൽ ഞാനും നോക്കിക്കാണുന്ന ഒരു കാര്യം. പക്ഷേ നമ്മളുടെ ഫുൾ ഫോക്കസ് ഇതിൽ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തുറന്ന് പറയാൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമുക്ക് പോയി പറയാൻ ഒരു കമ്മിറ്റി കിട്ടി എന്നുള്ളത് കാരണമാണ് ഇത്രയും സ്ത്രീകൾ അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് തന്നെ. ഇപ്പം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കേസുകളിൽ ഈ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. പേരുകൾ പുറത്തു വന്നാൽ ആദ്യം തന്നെ സർവൈവറിന് അഗേൻസ്റ്റ് ഡെഫമേഷൻ കേസ് വരും. പിന്നെ അതിന്റെ പിന്നിൽ നമ്മൾ ഓടണം, അതിന്റെ കാശ് നമ്മൾ ചെലവാക്കണം, ആ സമയത്ത് നമ്മൾ ബില്ലടയ്ക്കണം, ജോലിയും ചെയ്യണം. എന്നാൽ ജോലി ഒട്ടും തരുമില്ല. കാര്യം നമ്മളിപ്പം ഒബ്വിയസ്ലി വി ആർ കാസ്റ്റ് ഔട്ട്. ചേച്ചി പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. അതായത് ആരാണോ കേസ് കൊടുത്തത് അവരുടെ പേര് പുറത്തിപ്പം ഏത് സ്ത്രീയാണ്, ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു ആ നടൻ എന്നെ ഉപദ്രവിച്ചു, അപ്പൊ ആ സ്ത്രീയുടെ പേര് ഇവിടെ പുറത്ത് വരണം എന്നുള്ള കാര്യത്തിനോട് അത് വേണ്ട, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീ ആരാണ്, ഏത് സ്ത്രീയാണ് അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് ആ സ്ത്രീയെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കുറെ പേര് പറയും ആ സ്ത്രീയെ ആരാണെന്ന് നമുക്ക് അറിയണം, അവരുടെ പേര് പറയും, ഏത് സ്ത്രീ ഈ പുരുഷനെതിരെ കംപ്ലൈന്റ് കൊടുത്ത ഏത് സ്ത്രീ എന്ന് കുറെ പേര് ചോദിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും ആ സ്ത്രീയുടെ പേര് പുറത്ത് പറയാതിരിക്കുന്നതാണ് ആ സ്ത്രീക്ക് നല്ലത്. കാരണം ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് സമൂഹത്തിൽ അവരെ കുറെ ആളുകൾ വന്ന്, ചേച്ചി ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അങ്ങോട്ട് വഴറ്റി അടിക്കും. സോ അതിനോട് ഞാൻ ഒരിക്കലും ചേച്ചി പറഞ്ഞ കണക്ക് ഞാനും അതിനോട് യോജിക്കുന്നില്ല. അതായത് ആ ഒരു സർവൈവറിന്റെ പേര് ആരാണോ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് അവരാണല്ലോ സർവൈവർ. സോ അവരുടെ പേര് പുറത്ത് വരണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആ ഒരു വ്യക്തി ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് ആ ചൂണ്ടിക്കാണിക്കുന്ന ആളുടെ പേര് പുറത്ത് വരണം. അത് പുറത്ത് വരണം. അതിനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പുറത്ത് വരണം. അത് പുറത്ത് ജനങ്ങൾ അറിയണം. കാരണം ഇന്നലെ ഒരു വ്യക്തി പറഞ്ഞ പോലെ തന്നെ ഇനിയും സിനിമയിലേക്ക് വരുന്ന പുതുതലമുറയ്ക്ക് അറിയണം ഇങ്ങനെയുള്ള ഇതാണ് ഇവന്മാരുടെ പരിപാടി, അവരുടെ അടുക്കലോട് ചെന്ന് കയറി കൊടുക്കരുത് എന്നുള്ളൊരു കാര്യം ഇനി വരുന്നവരറിയണം. അതിനുവേണ്ടി വൃത്തികേടുകൾ കാണിക്കുന്നവരുടെ പേര് എന്താണെങ്കിലും പുറത്തു വരണം. പക്ഷെ അത് ആ റിപ്പോർട്ടിലില്ല. അതൊക്കെ ബാക്കി. ഇതിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ പെർപെട്രേറ്റേഴ്സിന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പം എനിക്ക് ജെന്യുവിൻ ആയിട്ട് ചോദിക്കാനുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഏത് പെർപെട്രേറ്ററിന്റെ പേര് ഒരു സർവൈവർ പറഞ്ഞിട്ടാണ് ഇവിടെ നീതി ലഭിച്ചിട്ടുള്ളത്? എന്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ നമ്മളെ വിശ്വാസത്തിലെടുത്ത് അത് പറയൂ എന്ന് പറയുന്നത്? ഒരു കേസ് അങ്ങനെ പറയൂ നമ്മളോട്. ഇതിനു മുമ്പ് എത്രയോ കേസ് ഇന്ത്യയിൽ തന്നെ വേറെ പല ഏരിയയിൽ നോക്കുകയാണെങ്കിൽ പേര് പറഞ്ഞതിന് ശേഷം ഡെഫമേഷൻ കേസാണ് വന്നിട്ടുള്ളത്. പിന്നെ സർവൈവർ ആണ് എന്നുള്ളതിലുപരി അതിൻ്റെ പിന്നിൽ ഓടുകയാണ് നമ്മൾ.
എന്നാ പിന്നെ ആ അല്ല സമയത്ത് പാർവതി, അതിനകത്ത് ഇപ്പോൾ സർവൈവേഴ്സിന്റെ പേരുകൾ നമ്മൾ ഒരിക്കലും റിവീൽ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ കോൺഫിഡൻഷ്യാലിറ്റി അവർക്ക് സൂക്ഷിക്കാം. പക്ഷേ ആരാണ് ഇതൊക്കെ ചെയ്തത്? ഇപ്പോൾ സിനിമയിൽ 10-15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല പിന്നെ പലരും പല മെയിൽ മെമ്പേഴ്സും ഈ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് ഈ സിനിമ എന്ന നിലയിൽ പല ഫേക്കായിട്ട് നടത്തുന്ന ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹേമ കമ്മിറ്റി പറയുന്നു അതല്ല, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ വരെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഇതിനെ ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എങ്കിൽ അതാരാണ് എന്ന് അറിയാൻ ഒരു സമൂഹത്തിന് അവകാശമില്ലേ പാർവതി? സമൂഹത്തിന്റെ അവകാശത്തിനെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ ആഗ്രഹവും അവർ ഇതിൽ നീതി കണ്ടെത്തണം എന്നുള്ള അവർ കാണിക്കുന്ന അവരുടെ ഉദ്ദേശത്തിനെയും ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ടോൺ ഡെഫ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിക്കുമുള്ള അവസ്ഥയെ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്ത് മെഷേഴ്സും അല്ലെങ്കിൽ എന്ത് സിസ്റ്റം ഇൻ പ്ലേസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്? ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് മെഷേഴ്സാണ് നമ്മൾ ഇവിടെ ഉള്ളത്? അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേര്, അതായത് ഒന്നുമില്ലെങ്കിലും പ്രമോദ് സർ, നമ്മൾ ഒരാളുടെ പേര് ഒരാൾ പറഞ്ഞു അത് പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ത്രീകളിലേക്ക് അത് they will trace it back to those people who have worked with that one person. ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് ഇതുപോലെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ തന്നെ ഒരു കോർട്ട് റൂം നടത്തുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ഈ പേരുകൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേര് വേട്ടയാടപ്പെടുമെന്ന് ഉള്ളൊരു വിശ്വാസം, വേട്ടയാടപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലൈക്ക് പാർവതി ഇപ്പൊ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് അത് സംസാരിച്ച പോലെ എനിക്ക് തോന്നി. കാരണം ആ വ്യക്തി ചോദിച്ചത് ഉപദ്രവിച്ച ആളുകളുടെ പേര് പറയാനാണ് പറഞ്ഞത്, അല്ലാതെ ആരാണോ പരാതി പറഞ്ഞവരുടെ പേര് നമുക്ക് വേണ്ട. ഞാനത് ഓൾറെഡി പറയുന്നുണ്ട്, അത് പുറത്ത് വിടണ്ട. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റിയിൽ തന്നെ അവർ വന്ന് പറഞ്ഞത് അവരുടെ പേര് അറിയണ്ട. ചിലപ്പോൾ അവരുടെ പേര് പുറത്ത് വന്നാൽ ചിലപ്പോൾ ജനങ്ങൾ അറിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷൻ പിന്നെ ചിലപ്പോൾ ഈ സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള ചാൻസ് കാണും. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് ഏത് സ്ത്രീയാണോ പറഞ്ഞിരിക്കുന്നത് പുരുഷനെ ചൂണ്ടിക്കാണിക്കുന്നത്, ആ സ്ത്രീയുടെ പേര് പുറത്ത് പറയണ്ട. പക്ഷെ ആ പുരുഷൻ ആരാണെന്ന് ജനങ്ങൾക്ക് അറിയണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇതിപ്പോ ഈ സംസാരം ഇങ്ങനെ ഇപ്പം എൻ്റെ ഒരു ഡൗട്ടാണ്. ഇപ്പം ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കേട്ടതാണ്. അതായത് ഒരു സ്ത്രീയുടെ പേര് പറയാതെ ഇന്ന സ്ത്രീ, അതൊരു ബിഗ് ബോസ് സംബന്ധമായിട്ട് ഒരു ടോക്കിനിടയ്ക്ക് വന്നതായിരുന്നു. യെസ്, ഞാനതാ പെട്ടെന്ന് റിമെമ്പർ ചെയ്തത്. അതായത് അഖിൽ മാര ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ പേര് പറയാതെ എല്ലാ സ്ത്രീയെയും കൂടെയും അത് എല്ലാ സ്ത്രീകളെയും അങ്ങനെ കാണും, മോശമായി കാണും എന്ന് പറയുന്ന എനിക്ക് കുറെ പേര് ബിഗ് ബോസ് കണ്ടവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഇല്ലെങ്കിലും ബിഗ് ബോസ് കാണാത്തവർക്കാണെങ്കിലും ഞാൻ പറയാം പ്രോപ്പറായിട്ട്. അതായത് ഒരു സ്ത്രീയുടെ പേര് പറയാതെ സ്ത്രീകൾ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് സ്ത്രീകൾ മോശമാണ് എന്ന് പറയും. ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾ ഉണ്ട്, അതിനകത്ത് ഒരു സ്ത്രീ മോശം, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പേര് പറഞ്ഞില്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ സ്ത്രീകളെയും മോശക്കാരായിട്ട് ഇവിടെ ആൾക്കാർ കാണും. അത് തന്നെയാണ് ഇവിടെ ഓപ്പോസിറ്റ്ലി നടക്കുന്നത്. അതായത് ഈ സിനിമയിലുള്ള മുൻനിര നടന്മാരിൽ കുറെ പേര് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മുൻനിരയിൽ ഒരുപാട് താരങ്ങളുണ്ട്. എല്ലാ ആളുകളെയും ഇവിടെ ജനങ്ങൾ മോശക്കാരായിട്ട് കാണാൻ തുടങ്ങി. സ്ത്രീകളെ എങ്ങനെയാണോ നിങ്ങൾ ഈ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് പറയുന്നത്, അതായത് ഒരു സ്ത്രീയുടെ പേര് പറയാതെ അത് ബാക്കി എല്ലാ സ്ത്രീകളുടെയും ബാക്കി എല്ലാ സ്ത്രീകൾക്കും അതൊരു നെഗറ്റീവ് ആവുന്ന പോലെയാണ് പുരുഷന്മാരുടെ കാര്യത്തിലും. വ്യത്യാസമൊന്നുമില്ല. ഒരു പുരുഷന്റെ പേര് ഇവിടെ പറയാത്തോടത്തോളം കാലം സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും അത് ചീത്തപ്പേരാ. അതുകൊണ്ട് തന്നെ പുറത്ത് പറഞ്ഞേ പറ്റുള്ളൂ ആരാണ് എന്താണെന്നുള്ള കാര്യം വന്നേ പറ്റുള്ളൂ. അതിപ്പോ പുരുഷന്മാരായതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ചീത്തപ്പേരും കേട്ടങ്ങ് ഇരിക്കാന്നാണോ? അവരൊന്നും മിണ്ടത്തില്ല എന്നുള്ളൊരിതാണോ? അങ്ങനെയല്ല. പോയിന്റ് വൈക്ക് പെൺകുട്ടിയുടെ പേര് അറിയണ്ട, പക്ഷെ ആരൊക്കെയാണ് ഈ വൃത്തികേടുകൾ കാണിച്ചത് എന്ന് പുറത്തറിയണം. പിന്നെ ഇപ്പൊ പാർവതി ചോദിക്കുന്ന പോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഇപ്പം ഫുള്ളി പ്രൂഫഡ്, ലൈക്ക് എല്ലാ രീതിയിലും പ്രൂവ് ചെയ്യാനായിട്ട് എന്താ നമ്മൾ പറയുക, എവിഡൻസുകൾ, പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസുകൾ ഇല്ലെങ്കിൽ ഈ നായികമാര് വന്നിട്ട് അവൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ എവിഡൻസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ആണെങ്കിലും ഇവിടുത്തെ സിസ്റ്റം ആണെങ്കിലും ശരി വെറുതെ കേസ് എടുക്കുമോ? കേസ് എടുത്താൽ തന്നെ നല്ല പുട്ട് പോലെ ഇറങ്ങിപ്പോരും. കാരണം എവിഡൻസ് ഇല്ല. ഇതിപ്പോ ഈ ഒരു കേസിൽ നടക്കുന്ന ഒരു കാര്യം അതായിട്ട് എനിക്ക് മനസ്സിലായത്. വർഷങ്ങൾക്ക് ശേഷമുള്ള ഇങ്ങനെ ഫേസ് ചെയ്തു അങ്ങനെ ഫേസ് ചെയ്തു എന്നൊക്കെ എല്ലാ നടിമാരും പറയുന്നതാ. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരൂ, എന്നിട്ട് ഈ നടന്മാരെ ശിക്ഷിക്കൂ. അത് നടക്കുന്നില്ല.
അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ തന്നെ പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ പിന്നെ ഗവൺമെന്റ് ചെയ്യട്ടെ, ഗവൺമെന്റ് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ സെറ്റിൽ ഇങ്ങനെയുള്ള വൃത്തികൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആരെങ്കിലും ഏർപ്പെടുത്തും. ഇനി സിനിമാ സെറ്റുകളിലൊന്നും ഇങ്ങനെ നടക്കരുത് എന്ന് പറയും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലൈക്ക് വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ. അത് എത്ര കാലം ഇപ്പം ഗവൺമെന്റ് തന്നെ ആരെങ്കിലും ഏർപ്പെടുത്തി ഇതൊക്കെ നോക്കണം. എല്ലാ സിനിമാ സെറ്റിലും പോയി നോക്കാൻ പറ്റുമോ? പല സ്ഥലങ്ങളിൽ നടക്കുന്ന എല്ലാ സെറ്റിലും നടക്കുകയല്ല. നടക്കുമോ? എത്രയെന്ന് വെച്ച് നടക്കും? അല്ലെങ്കിൽ ഒരു സമയം വരെ നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തദൈവ ആയിരിക്കും അല്ലേ? എനിക്കെങ്ങനെയാ തോന്നുന്നത്. ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ, എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസുകൾ വന്നാൽ കുറ്റക്കാരെ പിടിച്ചകത്തിടുക. അപ്പൊ എല്ലാവർക്കും ഒന്ന് പേടിയാവും. ഇവിടെ എവിഡൻസുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ എങ്ങനെ ഇതിനെ കോൺട്രോൾ ചെയ്തെടുക്കും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞാണെങ്കിൽ സ്ത്രീകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുക നല്ല വൃത്തിയായിട്ട്. ഇനി ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞാൽ നടക്കില്ല, സ്ത്രീകൾ വരില്ല മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറകെ വരും എല്ലാവരും പത്തിയും താഴ്ത്തി. അതല്ലാതെ എനിക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ തോന്നുന്നില്ല. പിന്നെ പല ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഓരോ ആളുകൾ പറയുന്നത് നോക്കാം എന്തൊക്കെയാണെന്ന്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഈ അടുത്തെങ്ങും ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും കോൺട്രവേഴ്സികൾ വരികയാണെങ്കിൽ ഞാൻ ഇനിയും വരും ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ സംസാരിക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, അതായത് ഞാൻ ഇനി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ശരി, എനിക്കറിയില്ല. ഓരോ ആളുകൾക്ക് ഓരോ പെർസ്പെക്റ്റീവ് അല്ലേ. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.